ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈ വേ ബൈ കല്യാണി എന്ന യൂട്യൂബറായിട്ടുള്ള കല്യാണിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് വിവാദങ്ങളും റിയാക്ഷൻ വീഡിയോസും 2 ദിവസങ്ങളായി കല്യാണിയെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഒരു പെൺകുട്ടിയാണ് ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നത്. സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ ചതിക്കാൻ വേണ്ടി ഇങ്ങനെ പറ്റിച്ച് കാശുണ്ടാക്കരുത് എന്നൊരു തമ്പലൈനോട് കൂടിയാണ് പെൺകുട്ടി വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് സത്യാവസ്ഥകളുണ്ട്. ആ പെൺകുട്ടി വീഡിയോ ചെയ്തത് ഒരു വിധത്തിൽ നല്ല കാര്യമാണ്. കാരണം സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ ഇതുപോലെ പ്രൊമോഷൻ വർക്ക് എന്ന രീതിയിൽ പറ്റിച്ച് കാശുണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് നമുക്ക് പറയാം. പക്ഷേ കല്യാണി എന്ന വ്യക്തി എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗർ ആയിരുന്നു. കാരണം പൂമുഖവാതിൽക്കൽ സ്നേഹം തിളങ്ങുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ എന്നൊക്കെ പറയാം. അതുപോലെ ഒരു ഭാര്യയായിരുന്നു കല്യാണി എന്ന് പറയാം. കാരണം രാവിലെ എഴുന്നേക്കുന്നു, വെളുപ്പിനെ എഴുന്നേക്കുന്നു, കുളിക്കുന്നു, ഒരു ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഒരുപാട് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി ടേബിൾ നിറയെ വിഭവങ്ങളൊക്കെ നിരത്തി വെച്ച് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇത് റിയലാണോ റീലാണോ എന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ അറിയാൻ സാധിക്കത്തില്ലല്ലോ. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ റിയലായിട്ടും ആളിങ്ങനെയാണോ ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫ് അങ്ങനെ ഒരു നല്ല ഭാര്യ തന്നെയാണ് കല്യാണം. സത്യം പറഞ്ഞ ഒരു ഫാമിലി വ്ളോഗർ ആയിരുന്നു. പിന്നെ എപ്പോഴൊക്കെയോ പുള്ളിക്കാരി ബ്യൂട്ടി വ്ളോഗറായി മാറി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് പ്രൊമോഷൻ വർക്കിന് വേണ്ടി കല്യാണി ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലതാണോ എന്ന് പോലും അറിയാതെ ആൾക്കാർ. അപ്പോൾ ഇവർ പ്രൊമോഷൻ വർക്ക് ചെയ്യുമ്പോൾ ഇവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, ഇതിന് വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ക്രീമാണ്, സൺസ്ക്രീനും കാര്യങ്ങളുമാണ് ഇവർ കൂടുതലും കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ക്രീമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ 2 മാസം ഉപയോഗിച്ചു, 3 മാസം ഉപയോഗിച്ചു, അല്ലെങ്കിൽ 1 മാസം ഉപയോഗിച്ചു, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയത്തുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, അയ്യോ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കല്യാണിനെ പോലെ ഒരാൾ വന്ന് പറയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്യും, അത് മേടിച്ച് യൂസ് ചെയ്യും. പക്ഷേ ഫലം വിപരീതമായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ഒന്നും ശരിയാകണമെന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഒരു വിചാരമുണ്ട്, ഈ ക്രീമൊക്കെ പുറമേ തേച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ക്യാപ്സൂൾസ് ഒക്കെ അകമേ കഴിക്കുന്നതിന് മാത്രമേ ഉള്ളൂ, എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ലായിരിക്കാം എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ വിചാരിക്കരുത്. കാരണം നമ്മുടെ വെളുത്തിട്ട് പാറും എന്ന് പറഞ്ഞ ജാസ്മിൻ ഒരു ക്രീമുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് പുറകെ കുറേ ഡോക്ടേഴ്സ് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത്, നമ്മൾ പുറമേ തേക്കുന്ന ഈ ക്രീം, ലിപ്സ്റ്റിക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ ലിവറിനും അതുപോലെ കിഡ്നിക്കും എല്ലാം പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആരും എക്സ്റ്റേണൽ യൂസ് ആണല്ലോ പ്രശ്നമുണ്ടാകില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇതുപോലെയുള്ള പ്രൊമോഷൻ വർക്ക് ഇപ്പം നമ്മുടെ പരസ്യത്തിലാണെങ്കിൽ പോലും സുരേഷ് ഗോപി അങ്ങനെ മോഹൻലാൽ അങ്ങനെ സെലിബ്രിറ്റീസ് എല്ലാം ഓരോ പരസ്യങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്, ഓ പരസ്യമല്ലേ ഇതൊന്നും സക്സസ് ആകത്തില്ല എന്ന് പറയും. പക്ഷേ യൂട്യൂബേഴ്സ് പ്രൊമോഷൻ വർക്കുമായിട്ട് ഇങ്ങനെ പരസ്യങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ അതിൽ പകുതി ആൾക്കാരും വീണു പോവുകയാണ്. അതെന്താണെന്ന് അറിയത്തില്ല. ഇവർ പ്രൊമോഷൻ വർക്കാന്ന് എടുത്ത് പറയുന്നുമില്ല. അത് മെയിൻ ഒരു കാര്യമാണ്. ഇവർ യൂസ് ചെയ്തൊരു ക്രീം നമുക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇവർ പരസ്യം ചെയ്യുന്നത്. അപ്പോൾ അവർ യൂസ് ചെയ്തല്ലേ, അവർക്ക് പ്രശ്നമില്ലല്ലോ എന്ന രീതിയിലാണ് ഈ സബ്സ്ക്രൈബ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗായിട്ട് തുടങ്ങി ഭക്ഷണം വയ്ക്കുന്ന അങ്ങനെ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ആദ്യം അങ്ങനെ ട്രൈ ചെയ്തത്. പക്ഷേ എനിക്കൊരു വ്യൂവും കാര്യങ്ങളും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഒരുപാട് ഇങ്ങനെയുള്ള വ്യൂ, അവരെന്ത് വീഡിയോ ഇട്ടല്ലോ, ചവറ് വീഡിയോ ഇട്ടല്ലോ, അവർക്ക് ലക്ഷങ്ങൾ വ്യൂ ആയിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഈ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നവർ തേടി പിടിക്കുന്നതെന്ന് പറയാം. ഇവർ തേടി പിടിച്ചതിന് ശേഷം ഈ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന കല്യാണിനെ പോലെ ഉള്ള ആൾക്കാർക്ക് ചില്ലറ പൈസയൊന്നും അല്ല കിട്ടുന്നത് കേട്ടോ. നമ്മളതൊക്കെ മേടിച്ച് ഉപയോഗിക്കാതെ ഇരിക്കുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ചില്ലറ പൈസ കിട്ടുന്നതല്ല, അവരിടുന്ന ഈ വീഡിയോ ലക്ഷങ്ങൾ വ്യൂ ആണ്. അപ്പോൾ അവർക്ക് അത്രയും റീച്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സിനെയും റീച്ച് കൂടിയ ചാനലുകാരെയാണ് പ്രൊമോഷൻ വർക്കുകാർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കല്യാണി എന്ന് പറയുന്ന വ്യക്തി ചവറ് പോലെ കുറേ ബ്യൂട്ടി പ്രോഡക്ട്സും ഡ്രസ്സിൻ്റെ ലിങ്കും കാര്യങ്ങളും. ഇപ്പോൾ ഡ്രസ്സിൻ്റെ എല്ലാവരും ലിങ്ക് ചെയ്യുന്നത്. പിന്നെ ഓൺലൈൻ ഡ്രസ്സുകൾക്കൊന്നും അത്ര ക്വാളിറ്റീസ് കാണില്ല. പിന്നെ അതൊക്കെ മേടിക്കുക എന്നാൽ നമ്മളുടെ ഓരോരുത്തർ ഇഷ്ടമാണ്, അത് പോടുന്നൊക്കെ. പക്ഷേ ബ്യൂട്ടി ടിപ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് നമ്മൾ അറിയാതെ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരാതിരിക്കുക, അത് കല്യാണിയുടെ തെറ്റാണ്. പക്ഷേ ഈ വീഡിയോ ചെയ്ത പെൺകുട്ടികളുടെ വീഡിയോസിനൊക്കെ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട്, അത് വീഡിയോ റിമൂവ് ആയി പോയിട്ടുണ്ട് എന്നൊരു ന്യൂസും വരുന്നുണ്ട് കേട്ടോ. ആ പെൺകുട്ടികൾ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഈ വിഷയമായിട്ട് വന്നത്, കല്യാണി തന്നെ ഇപ്പോൾ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. കല്യാണി സത്യമായിട്ട് സ്വയം വെളുപ്പിക്കുകയാണ്. എന്താണ് ആ പെൺകുട്ടി കാണിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലായില്ല. കല്യാണി വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് തന്നെ അറിയത്തില്ല പുള്ളിക്കാരി എന്താണ് പറയുന്നത്. ഈ വീഡിയോയ്ക്ക് ഈ ക്രീമിന് വൈറ്റ് കാസ്റ്റ് ഇല്ല, അതായതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി കുറേ ക്രീം വാരി മോന്തയ്ക്ക് തേക്കുന്നു. ആരോടൊക്കെ എന്തൊക്കെയോ പറയണമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഫാമിലീസിനെ വലിച്ചിട്ടിരിക്കുന്നു ഈ പ്രശ്നത്തിലേക്ക്. അതാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ക്രീമെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ, അതാ മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് പുള്ളിക്കാരി. എന്തൊക്കെയോ വെപ്രാളപ്പെട്ട് ദേഷ്യം കയറി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. എന്നാൽ ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. ഇവരെന്താണ് ഈ കാണിക്കുന്നത്? കുറേ ക്രീം എല്ലാം എടുത്ത് മോന്തയ്ക്ക് തേച്ച് അവർ തന്നെ അവരെ വെളുപ്പിച്ചെടുക്കുകയാണെന്നാണ് തോന്നുന്നത്. അവർ ചെയ്തതെല്ലാം ശരിയാണെന്നുള്ള രീതി വെളുപ്പിച്ചു. പക്ഷെ ഒറ്റ ആൾക്കാർ പോലും പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം.
പറയുവാണെങ്കിൽ ഞാൻ 2 ലെയർ അടുത്തതും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറ ഇതിന് വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി എൻ്റെ ഫേസിൽ ഇത് മാച്ച് ആയി, പക്ഷെ നിങ്ങളുടെ ഫേസിൽ ഇത് മാച്ച് ആവണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എല്ലാവരുടെയും സ്കിന്ന് വേറെ വേറെയാണ്. ഞാൻ ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. അത് ഒരു പന്ന പ്രോഡക്റ്റും ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരത്തുള്ളൂ. നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഒരുപാട് ബ്രാൻഡ്സ് കോൺടാക്ട് ചെയ്യാറുണ്ട്. അതിൽ എനിക്ക് ബെസ്റ്റ് ആണെന്ന് തന്നെ ഇരിക്കും. അതിന് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും പെയിന്റ് അടിച്ച പോലെ തന്നെ ഇരിക്കും. ഇനി ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞോട്ടെ, ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. ഞാനൊരു ഫാമിലി വ്ളോഗറോ ബ്യൂട്ടി വ്ളോഗറോ അല്ല. അപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. കുക്ക് ചെയ്യുന്നവർ കുക്ക് മാത്രമേ ചെയ്യാവൂ, മേക്കപ്പ് ഇട്ടുകൂടാ. 2025 ഹസ്ബൻഡോ കുഞ്ഞോ ഫാമിലി മെമ്പേഴ്സോ ഇവരാരുമല്ല. ഇവരെ ആരും പറയാൻ ആർക്കാണെങ്കിലും ഒരു റൈറ്റ്സും ഇല്ല. നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക. ഞാൻ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളേ അല്ല. പക്ഷെ എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ചേട്ടൻ അത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ചേട്ടൻ അതെങ്ങനെ ഉണ്ടെന്ന് വീഡിയോ ഇടും. അപ്പൊ അത്രേ ഉള്ളൂ. കല്യാണി ചേച്ചിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എന്താണ് പുള്ളിക്കാരി കാണിക്കുന്നത് പുള്ളിക്കാരിക്ക് തന്നെ അറിയത്തില്ല. എന്തൊക്കെയോ കാണിച്ച് വെളുപ്പിച്ചെടുക്കാൻ മെഴുകുവാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എന്തൊക്കെയോ പുള്ളിക്കാരി പറയണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ എന്താണ് ചെയ്യുന്നത്? കുറെ ക്രീം വാരി മോന്തയ്ക്ക് ഇട്ടിട്ടാണോ ഇതിനെതിരെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്നത്? എനിക്കറിയില്ല കേട്ടോ. പുള്ളിക്കാരി ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ കുറെ പ്രോഡക്ട്സ് ഒക്കെ എടുത്തുകൊണ്ടാണ് പുള്ളിക്കാരി വരുന്നത്. എന്തൊക്കെയോ കാണിച്ച് മെഴുകി കൂട്ടുന്നു എന്ന് തന്നെ പറയാം. ഏതായാലും ഇനി വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും എല്ലാം മനസ്സിലായി എന്ന് പറയാം. സബ്സ്ക്രൈബേഴ്സിനെ വിറ്റ് ജീവിക്കുന്നവരെന്ന് തന്നെ മനസ്സിലായി. എല്ലാവരും പ്രൊമോഷൻ വർക്ക് ചെയ്യും, പക്ഷേ ഇതുപോലെ ചവറ് പോലെ പ്രൊമോഷൻ വർക്ക് ചെയ്യാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എല്ലാ മനുഷ്യരും നമുക്കറിയാലോ, 10 രൂപ കിട്ടിയാൽ 100 രൂപ വേണമെന്ന്. 100 രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യം കൂടും. പിന്നെ 1000 രൂപയ്ക്ക് ആവശ്യം, പിന്നെ 10,000 ലക്ഷങ്ങൾ വേണമെന്നുള്ള ആർത്തി കൂടിക്കൊണ്ടിരിക്കും. മനുഷ്യനല്ലേ, അത് സ്വാഭാവികമാണ്. ഏതായാലും നമുക്ക് ഇതിനെ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പം നെക്സ്റ്റ് വീഡിയോ